എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പ്രിയ മാന്യ മിത്രമേ, പ്രിയ പ്രേക്ഷകരെ, നമ്മളിന്ന് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആധുനിക സംവിധാനങ്ങളോടുകൂടി ജീവിക്കുന്ന ഒരവസ്ഥ വിശേഷത്തിലാണ് നാം കടന്നു പോകുന്നത്. ഒരു കാലത്ത് ആഹാരം, വസ്ത്രം, മരുന്ന് മുതലായവയ്ക്ക് വേണ്ടി നമ്മുടെ പൂർവ്വപിതാക്കന്മാർ വളരെയധികം കഷ്ടപ്പെടുകയും അധ്വാനിക്കുകയും ചെയ്തു എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഈശ്വര ചിന്ത ഒന്നേ മനുഷ്യന് ശാശ്വതമുള്ളൂ എന്ന് അവർ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. തൽഫലമായി ദൈവവിശ്വാസത്തിൽ കടന്നു വന്ന മനുഷ്യവർഗം പിൽക്കാലത്ത് അതിൽ നിന്ന് മാറി സുഖസൗകര്യങ്ങളിൽ, സാമ്പത്തിക ഉന്നതികളിൽ, ആർഭാട ജീവിതത്തിൽ മുഴുകി കഴിഞ്ഞ കാലഘട്ടമാണ് ഇന്ന് നാം അനുഭവിക്കുന്നത്. ഇവിടെ ഒരു വലിയ ചിന്ത ഉടലെടുക്കുന്നത് മനുഷ്യന് പിടിച്ചാൽ നിൽക്കാത്ത ഒരവസ്ഥാവിശേഷം ഉണ്ടാകും. രോഗം, ദുഃഖം, പ്രയാസങ്ങൾ, കലാമിറ്റികൾ, പ്രകൃതിക്ഷോഭങ്ങൾ, വെള്ളപ്പൊക്കം, ഭൂകമ്പങ്ങൾ, ഇതൊക്കെ വന്നു ഭവിക്കാം എന്നുള്ളത് നാം മനസ്സിലാക്കണം. അവിടെ നമുക്ക് ശാശ്വതമായ ശാന്തിയും സമാധാനവും ലഭിക്കുവാൻ ഈശ്വര വിശ്വാസം, ദൈവവിശ്വാസം മാത്രമാണ് അടിസ്ഥാനമുള്ളത് എന്നുള്ളത് നാം ഓർത്തിരിക്കണം. ഈശ്വര വിശ്വാസമില്ല എന്ന് പറയുന്ന നിരീശ്വരവാദി പോലും അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈശ്വരനെ ധ്യാനിക്കുകയും ഭജിക്കുകയും ചെയ്യുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും അത് തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ്, തിന്മയെ വേർതിരിച്ച് കളഞ്ഞ് നന്മയെ സ്വീകരിക്കേണ്ടതായ ഒരവസ്ഥാവിശേഷം നമുക്കുണ്ടാകണം. ഒരു മനുഷ്യൻ നിങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചാൽ അവൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അവൻ ആ സഹായം അഭ്യർത്ഥിക്കുന്നത്. അവന് ഭിക്ഷ യോജിക്കുമ്പോൾ അല്ലെങ്കിൽ യാചിക്കുമ്പോൾ അവൻ ഒരു ചായയുടെ പൈസ കൊടുത്ത് അവനെ സഹായിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. 1 രൂപ കൊടുത്തുകൊണ്ട് യാതൊന്നും ഈ കാലഘട്ടത്തിൽ അവന് സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്നുവെങ്കിൽ ഒരു ചായ കുടിക്കാനുള്ള അല്ലെങ്കിൽ ഒരു കടിയൂടെ കഴിക്കുവാനുള്ള ഒരു പൈസ മാത്രം അവർ കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ കൊടുത്തില്ല എങ്കിൽ നിങ്ങൾ എത്രയോ പൈസ ദൂർത്തടിച്ച് വെറുതെ നഷ്ടപ്പെടുത്തി കളയുന്നു. ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ധനികനായ മനുഷ്യൻ്റെ അടുത്ത് ഒരു വ്യക്തി വന്ന് തനിക്ക് ഒരു ചായ കുടിക്കുവാൻ സാമ്പത്തിക സഹായം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ തൻ്റെ ബാഗ് തുറന്ന് 1 രൂപ നോട്ടെടുത്ത് കൊടുക്കുന്നതായിട്ട് കണ്ടു. 1 രൂപയുടെ നാണയം. ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഒന്നുകിൽ പ്രാഗി കാണും, അല്ലെങ്കിൽ ദുഷിച്ച് കാണും. ആ പൈസ വാങ്ങിച്ചുകൊണ്ട് ആ മനുഷ്യൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു സമയത്ത് ഒരു സ്ത്രീയെ ഒരാളുടെ പൈസ ഒരു സഹായത്തിന് വേണ്ടി, ചായ കുടിക്കാൻ സഹായത്തിന് വേണ്ടി ചോദിച്ചു. തൻ്റെ പേഴ്സ് തുറന്ന് 10 രൂപ എടുത്തു കൊടുത്തു. മാത്രമല്ല പിന്നെയും ഒരു 10 രൂപയുടെ കൊടുത്തു. കാരണം ഒരു കളിയും ഒരു കുടിയും ചെയ്യേ എന്ന് പറഞ്ഞ് സന്തോഷത്തോടുകൂടി അവൾ കൈകൂപ്പി പോകുന്നതായിട്ട് കാണുവാൻ കഴിയും. ഇങ്ങനെയുള്ള അവസ്ഥാവിശേഷത്തിൽ നാം എന്താണ് ചെയ്യുന്നത്? നമ്മൾ തൂർത്തടിക്കുമ്പോൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കഷ്ടതയും പ്രയാസവും ദുഃഖമൊക്കെ എല്ലാവർക്കും ഉണ്ടാകും. ലോകത്ത് ആളുകൾ ആരുമില്ല. ധനികനുമുണ്ടാകും, പാവപ്പെട്ടവനുണ്ടാകും, ബുദ്ധിമാനുണ്ടാകും, ബുദ്ധി കിട്ടവനുണ്ടാകും, ജനിക്കുന്നവനുണ്ടാകും, ഇരിക്കുന്നവനുണ്ടാകും, എല്ലാവർക്കും ഉണ്ടാകും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈശ്വര ചിന്ത അതൊന്നേ മനുഷ്യൻ്റെ ശാശ്വതമേ ഉലകിൽ സുലഭം. അതിൽ മുന്നോട്ട് പോകുവാൻ ഈശ്വരൻ കടാക്ഷിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. എൻ്റെ പേര് ബേബി മല്ലശ്ശേരി. താങ്ക് യു വെരി മച്ച്.